പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്, മുറവിളി കൂട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെയാണ് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നതും. അപ്പോൾ ഇനി തുടർന്നുള്ള പ്രതിഷേധം എത്തരത്തിലാവും നടക്കുക പ്രതിപക്ഷത്തിന്റെ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ സമരങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് യുവജന സംഘടനകളായിരുന്നു ആ സമരങ്ങൾ നേതൃത്വം വഹിച്ചത്. സമാനമായ സമരം ഇന്നും ഉണ്ടാകും. ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. 11:30 മാർച്ച്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തന്നെ തിരുവനന്തപുരത്തെ മാർച്ചിൽ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയതെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ മാറും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. സുരക്ഷാ കാരണങ്ങളാൽ കനത്ത പോലീസ് സുരക്ഷയും ഈ മാർച്ചിന് ഉന്നയിക്കും. കാരണം സംഘർഷ സാധ്യത ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്നലെ തന്നെ വന്നിരുന്നു. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. നാളെ കോൺഗ്രസിൻ്റെ സമരമുണ്ട്. നാളെ കോൺഗ്രസ് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരിട്ട് സമരത്തിലിറങ്ങുന്നത് ആദ്യമായിട്ടാണ്. നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി രാജിവെക്കുക, നിലവിലെ ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തുക, P. ശശിയെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ കോൺഗ്രസ് ധർണയും മാർച്ചും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം കൃത്യമായ ആയുധമായി ഈ PV അൻവറിൻ്റെ വെളിപ്പെടുത്തൽ എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആയുധമായി ഇത് ഉപയോഗിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനെ കണ്ട ശേഷം P. ശശി പുറത്തിറങ്ങി MV ഗോവിന്ദനെ കണ്ട ശേഷം PV അൻവർ പുറത്തിറങ്ങി വന്ന് നടത്തിയ പരാമർശങ്ങളും പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PV അൻവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് എന്നുള്ള കൃത്യമായ നിലപാട് പ്രതിപക്ഷം പ്രചാരണമായി എടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തലസ്ഥാനത്ത് വലിയൊരു പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ്റെ വലിയൊരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കും. നാളെ കോൺഗ്രസ് ആയിരിക്കും ഈ അതേ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം നടത്താൻ പോകുന്നത്. ശരി, PV അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങളൊക്കെ വെളിപ്പെടുത്തലൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം.